സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പിന്നെ നമ്മൾ സ്റ്റോറേജിലാണ് വന്നേക്കണത്. നമ്മുടെ കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായി. അപ്പൊ ഞാൻ ബേസിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇവിടെ കുറച്ച് ചുറ്റിക്കറ കിടക്കണായിരുന്നു. അപ്പൊ കുറെ സ്പോണേഴ്സ് ഞാൻ കണ്ടുപിടിച്ചു. അതൊക്കെ നിങ്ങളെ കാണിക്കാം. ഇതാണ് ഞാൻ കണ്ട സ്പോണേഴ്സ്. ഇവിടെ മാത്രമല്ല, അത് ഇപ്പുറത്തെ സൈഡിലായിട്ട് ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പൊ ഇനി റെജിമോൻ വരാൻ വേണ്ടി കാത്തു നിൽക്കണേ. റെജിമോനല്ലേ നീ? കുഴപ്പമില്ല, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അത് മതി. സോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സോ അപ്പൊ നമ്മള് നമ്മുടെ ബേസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മുടെ റെജിമോന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പോണറിന്റെ ഏരിയ അല്ല, പകരം ഇവിടെ കുറച്ച് ലാവ പൂള് കണ്ടിട്ടുണ്ടായി. അപ്പൊ നമുക്ക് ഇവിടെ ഒബ്സിഡിയൻ കളക്ട് ചെയ്യാൻ വേണ്ടി വന്നേക്കണേണ്. റെജിമോൻ, എന്തൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്? ഒബ്സിഡിയൻ കളക്ട് ചെയ്യാ, പണി കൊടുക്കാവാ. സോ അപ്പൊ നമ്മുടെ വേൾഡിലെ ഫസ്റ്റത്തെ ഡയമണ്ട് പിക്കാക്സ് ഇവിടെ ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മള് ഡയമണ്ട് ഒക്കെ ബേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ ഉണ്ടാക്കട്ടെ. അപ്പൊ സോ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡയമണ്ട് പിക്കാക്സ് ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു സുഹൃത്തുക്കളെ. നമുക്ക് ഇവിടെ നിന്ന് ഒബ്സിഡിയൻ കുറച്ച് കളക്ട് ചെയ്യാനുണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് സ്പോണറിന്റെ ബിൽഡ് സ്റ്റാർട്ട് ചെയ്യാം. സോ അപ്പൊ നമ്മള് ഒബ്സിഡിയൻ ഒരു 10 എണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ബാക്കി ഒരു 15 റെജിമോന്റെ കയ്യിലുണ്ട്. പിന്നെ ഈ ചെസ്റ്റിലുള്ള ലൂട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ മൈൻ ഷാഫ്റ്റിൽ നിന്ന് കിട്ടിയതാണ്. മൈൻ ഷാഫ്റ്റിൽ നിന്നും ഈ ചുറ്റുപാടുള്ള ഏരിയയിൽ നിന്നും എല്ലാ റെജിമോന്റെ കഷ്ടപ്പാടാണ്. പറഞ്ഞില്ല എന്നുണ്ട അല്ലേ? സോ നമുക്ക് ബിൽഡിലേക്ക് കടക്കാം. എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പൊ നമ്മള് നമ്മളെ നോർമലായിട്ട് പണിയുന്ന മറ്റേ പേരെന്തായിരുന്നു, സ്കെൽറ്റൻ സ്പോണർ ഫാമാണ് പണിയാൻ പോണത്. അയ്യോ, ഡോണ്ട് വറി. അപ്പൊ നമുക്കൊരു ഐശ്വര്യക്തമായ സ്റ്റാർട്ടിങ് ആണ് വീഡിയോ കിട്ടിയേക്കണത്. ഇതിന് വെള്ളം ഒഴിച്ചൊന്ന്. അപ്പൊ നമ്മള് നമ്മുടെ സ്പോണറിന്റെ ബിൽഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നമുക്കിനി മെയിൻ ആയിട്ട് നോക്കണ്ടെന്ന് പറയുമ്പോ സ്പോണറിന്റെ 4 സൈഡേക്കും എന്ന് വെച്ചാ 4 സൈഡേക്കും 4 ബ്ലോക്ക് ഡിസ്റ്റൻസ് വേണേ. 4 ബ്ലോക്ക് ഡിസ്റ്റൻസ് എന്ന് വെച്ചാ ഇവിടെ നിന്ന് 1, 2, 3 അല്ലേ ഉള്ളു. നമുക്ക് ഒരു ബ്ലോക്ക് കൂടി എടുക്കണം. സോ അപ്പൊ നമ്മള് നമ്മുടെ റെജിമോന് ഇവിടെ 4 ബ്ലോക്ക് ഡിസ്റ്റൻസ് കുഴിച്ചോണ്ടിരിപ്പുണ്ട്. നമ്മുടെ ഈ സ്പോണർ എന്ന് പറയുമ്പോൾ ഒരു പുറത്തേക്ക് ഇത്തിരി പൊക്കത്തിരിക്കണോണ്ട് ഈ ഒരു ഏരിയ ഓപ്പൺ ആണ്. നമുക്ക് ഇതെന്തായാലും ക്ലോസ് ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് ആ പണി എന്തായാലും ഇവിടെ നിന്ന് തുടങ്ങാം ഗൈസ്. സോ അപ്പൊ നമ്മള് ചുറ്റുപാടുമുള്ള ബ്ലോക്സ് നമ്മളൊരു 4 ബ്ലോക്ക് ഡിസ്റ്റൻസ് ആയിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തേക്ക് ഒരു 3 ബ്ലോക്ക് കൂടി ക്ലിയർ ചെയ്യാനുണ്ട്. പിന്നെ അതുകൊണ്ട് ഇനി ക്ലിയർ ചെയ്യാം ഗൈസ്. സോ അപ്പൊ നമ്മള് സ്പോണറിന്റെ ഒരു 50% പരിപാടി ഇവിടെ തീർത്തിട്ടുണ്ട്. കാര്യം നമ്മള് സ്പോണറിനെ ചുറ്റും 4 ബ്ലോക്ക് ക്ലിയറും ചെയ്തിട്ടുണ്ട്. 4 മൂലൊക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ ബ്ലോക്കിലേക്ക് എല്ലാ മോബ്സിനും നമ്മൾ കൊണ്ടുതന്നെയാണ്. ഇവിടെ നിന്ന് നമുക്ക് ഇനി ഒരു 4 ബ്ലോക്കാന്ന് തോന്നുന്നത് കുഴിക്കണം താഴത്തോട്ട്. 1, 2, 3, 4. സോ അപ്പോൾ നമ്മള് 5 ബ്ലോക്ക് എന്തായാലും ഇവിടെ കുഴിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഇവിടെ എത്ര ബ്ലോക്കാ ശരിക്കും വേണ്ടത്. അപ്പൊ നമ്മള് രണ്ടും കൽപ്പിച്ച് 5 ബ്ലോക്ക് ഹൈറ്റിലേക്ക് കുഴിച്ചിട്ടുണ്ട്.
ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു റൂം പോലെ സെറ്റ് ചെയ്യുക. സോ അപ്പൊ നമ്മള് ഒരു കില്ലിങ് ഈ ചേംബറിനുള്ള റൂം പോലെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റെജിമോനെ അവിടെ ചെസ്റ്റും കൊണ്ടുവന്നിട്ടുണ്ട്. നീ ചെസ്റ്റ് ഒന്നും ഇവിടെ കൂടാ. നീ പിന്നെ എന്താ കൊണ്ടുവന്നേ? ചെസ്റ്റ് കൊണ്ടുവന്ന പറഞ്ഞ നീ വന്നത്? എടാ ചെസ്റ്റ് കൊണ്ടുവന്നല്ലേ നീ പറഞ്ഞേ? അയ്യോ ചത്തു. സോ ഗൈസ് അപ്പൊ നമ്മളൊരു സ്കെൽറ്റന്റെ ഇവിടെ കണ്ണു നോക്കിയിരിക്കുകയാണ്. ആ മച്ചാൻ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? എടാ നീ എന്നെ ഒന്ന് വന്ന് നോക്കിയാടാ. ഞങ്ങളുടെ സ്കെൽറ്റനും ഞാനായിട്ട് ഫ്രഞ്ചീസാ. കണ്ടില്ലേ ഗൈസ്? മതി മതി. നീ എന്നെ ശരിയാണല്ലോ. നിന്നെ മടിയും കൊണ്ട് അടിക്കാൻ പറ്റുന്ന ആൾക്കാര് നിനക്കൊരു അറസ്റ്റ് ആക്കിയെന്നാ ഉണ്ടായില്ല. നീ അടുത്തത് എന്റെ എന്താണ്ടാ പൊട്ടിയിട്ടുണ്ട്. കിടന്ന് അറിയാൻ പാടില്ല. ബഗ്ഗായിരിക്കും. കത്തി അമ്മര് കത്തി. എടാ ഒന്നുകൂടെ തുടങ്ങാൻ വന്നേ. ഇയാള് മൊത്തം കുളമാക്കിയിട്ടുണ്ട്. എന്താ എന്തിന് ചെസ്റ്റ് വെക്കണ സംഭവം ഞാൻ അവിടെ ആലോചിക്കണം എങ്ങനെ വെക്കണ്ടായിരുന്നു നോക്കി. ഇവിടെ ചെസ്റ്റ് വെച്ച് ഇവിടെ വന്ന് കൊണ്ടുവന്നു മാറിക്കേ അതുള്ള ഒരാരോ ഇവിടെ കിടപ്പുണ്ട്. ഏതോ സ്കെൽറ്റൻ വന്ന് അടിച്ചിട്ടേ ചെയ്തണ്ട. എടാ ഇൻവിസിബിൾ അല്ലടാ. അവിടെ ഒരുത്തന്ന് ഇപ്പണ്ട് നമ്മളെ നോക്കിട്ട്. എന്റെ POV കിട്ടണത് ഞാൻ കാണിച്ചരാ. അത് ഇതിന്റെ വീട്ടിത്തരാം. സോയസപ്പൊ നമ്മുടെ സ്പോണറിന്റെ പണി ഒരു വിധം കഴിഞ്ഞിട്ടുണ്ട്. ഒരു 90% കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വർക്ക് ചെയ്യുമെന്നുള്ള കാര്യം കൂടെ നോക്കിയാൽ മതി. അതിന് നമുക്ക് നമ്മുടെ മുകളിൽ വെച്ചേക്കുന്ന ടോർച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് പൊട്ടിക്കണം. അപ്പൊ ഇങ്ങനെയാണ് സെറ്റപ്പ് വേണ്ടത്. നമ്മളിവിടെ ഒരു ചെസ്റ്റ് വെക്കുന്നു. അത് റീപ്ലേസ് ചെയ്യാം. പക്ഷെ ജസ്റ്റ് ആദ്യം വർക്ക് ചെയ്യുമെന്ന് നോക്കട്ടെ. ഇത് നീ ഇവിടെ നിക്ക്, ഞാനേ മുകളിലത് പൊട്ടിച്ച് ഇടാം ടോർച്ച്. ഒരു ടോർച്ച് കൂടി ഉണ്ടാ. പൊടിച്ചിട്ടുണ്ട്. വന്നാ നോർമലാ ശരിക്കും.
നമുക്ക് സാധനങ്ങളും കിട്ടി തുടങ്ങി. സോ ഗൈസ് അപ്പൊ നമ്മുടെ സ്കെൽട്ടൺ ഫാം അവിടെ ഒഫീഷ്യലി വർക്കിംഗ് ആയിട്ടുണ്ട്. ഇവിടെ കൊല്ലാൻ നോക്കിയാണ്. സാധനങ്ങളൊക്കെ വെക്കണം. ചെസ്റ്റിൽ വന്നില്ലേ സാധനങ്ങള്? ജസ്റ്റിൽ എല്ലാ സാധനങ്ങളും മറ്റേ ഇവിടെ ഡെക്കറേറ്റ് ചെയ്യണം. സ്റ്റോൺ കട്ടർ വെക്ക്. ഓപ്ഷനിയും വെച്ചൊരു പോർട്ടൽ സെറ്റപ്പ് ചെയ്തിട്ടാ. ചെയ്യില്ല നമുക്ക് അവസാനം ചെയ്യാം. അത് നമുക്ക് കവറപ്പ് ചെയ്തിട്ട് ചെയ്യാതെ സീലിംഗ് എന്തായിട്ട് എന്തും എന്നാ കോപ്പാടാ കാണിച്ചേ. ഞാൻ സീലിംഗ് റെഡി ആക്കിയതാണ്. ചത്തിട്ട് വേണം. അവരങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു കളി. അവിടെ പിന്നെ ഒന്നും ചെയ്യാനില്ല, മൊത്തം അവന്മാരെ കൊല്ലണം. എന്തിനാ കാണിച്ചു നീ? ഞാൻ ഒരു കാര്യം ചെയ്യാം, പൊക്കത്ത് പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അപ്പൊ നമ്മുടെ സ്കെൽറ്റൻ സ്പോണർ നമുക്ക് ഇങ്ങനെയാണ് കില്ലിങ് ഏരിയ ഡിസൈൻ ചെയ്തേക്കണത്. മുകളിൽ നമ്മൾ പോളിഷ്ഡ് ഡയറൈറ്റും താഴെ ഡീസ്റ്ററൈറ്റിന്റെ ഒരു ടൈലും, പിന്നെ നമ്മുടെ വാൾസ് ഒരു ജംഗിൾ വുഡിന്റെ ഒരു കോമ്പിനേഷൻ വെച്ച് ചെയ്തിട്ടുണ്ട്. അതായത് അത്യാവശ്യം എഫിഷ്യന്റ് ആണ്. പിന്നെ ആകെ തന്നെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ബോസ് വന്നിങ്ങനെ കിടക്കും. അപ്പൊ നമ്മുടെ സ്റ്റോറേജ് ഇങ്ങനെ ഫുള്ളോ, അത് നമ്മൾ സോർട്ട് ചെയ്യണം, ഒരു സിസ്റ്റം എല്ലാം സെറ്റ് ചെയ്യണം. പിന്നെ നമ്മളിവിടെ ഒരു പോർട്ടൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 9x9 പോർട്ടലാണ്. സോ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ആഴ്ച അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ എല്ലാവർക്കും ബൈ ഗൈസ്. അപ്പൊ നമ്മ ഇന്നത്തെ ഇനി ബേസിക്ക് പോണേണ്. ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അതെ അതിന് നമുക്ക് ഈ പോർട്ടലും കൂടി ലിങ്ക് ചെയ്യാനുള്ളൂ. പിന്നെ കാണാം ഗൈസ്. സോ എന്താ വെച്ചാൽ ഇവിടെ പോയാ